പത്തനംതിട്ട തിരുവല്ലയിൽ അമ്മയെയും കുഞ്ഞുങ്ങളെയും കാണാതായ സംഭവം നിങ്ങൾക്ക് ഓർമ്മിക്കുന്നുണ്ടാകും. ഈ സംഭവത്തിൽ റീനയുടെ ഭർത്താവിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ ഇന്ന് കണ്ടെത്തി. കവിയൂരിലെ വീട്ടിലാണ് അനീഷ് മാത്യുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അനീഷിൻ്റെ ഭാര്യ റീനയെയും 2 പെൺകുഞ്ഞുങ്ങളെയും 2 ആഴ്ച മുമ്പാണ് കാണാതായത്. അവരെക്കുറിച്ച് ഇനിയും വിവരമൊന്നും ലഭിച്ചിട്ടില്ല. അതിൻ്റെ നിരാശയിലാണോ എന്നറിയില്ല. ഭർത്താവ് ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ് ഇന്ന് വന്നത്. വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ജയശങ്കർ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് ഉണ്ടായത്? ഈ ദുരൂഹത ഒരുപാട് ബാക്കിയാണ് ഈ അപ്രത്യക്ഷമായതിലും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ മരണത്തിലും. എന്തെങ്കിലും വിവരം പോലീസ് പ്രാഥമികമായി നമ്മോട് പറഞ്ഞോ? ഈ അനീഷ് മാത്യുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വലിയ ദുരൂഹതകൾ എന്തായാലും ഉയരുന്നുണ്ട്. ആത്മഹത്യ ചെയ്ത രീതിയിൽ ഇദ്ദേഹത്തെ അല്പസമയം മുമ്പാണ് കണ്ടെത്തുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ റീനയെയും 2 മക്കളെയും 2 ആഴ്ച മുമ്പാണ് വീട്ടിൽ നിന്ന് കാണാതാകുന്നത്. ഇവർ തിരുവല്ലയിൽ ഒരു ബസ്സിലൊക്കെ കയറി പോകുന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിക്കുകയും ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിന് SP-യുടെ നിർദ്ദേശപ്രകാരം പുതിയ സംഘത്തെ ഉൾപ്പെടെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അങ്ങനെ വിശദമായി പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടരുന്ന ഒരു ഘട്ടത്തിൽ പോലും റീനയെയും 2 മക്കളെയും കണ്ടെത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഇപ്പോൾ എന്തായാലും ഈ ഭർത്താവ് അനീഷ് മാത്യുവിനെ കവിയൂരിലെ വീട്ടിൽ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി തന്നെ നോക്കുമ്പോൾ ഇതിൽ വലിയ ദുരൂഹതകളൊക്കെ സംശയിക്കുന്നു. കാരണം സ്വന്തം വീട്ടിൽ നിന്ന് ഈ അനീഷിൻ്റെ ഭാര്യയും മക്കളും പോകുന്നു. അവർ 2 ആഴ്ച കഴിഞ്ഞ് എന്നിട്ടും അവരെ കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യം വരുന്നു. ഈ റീനയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഇതിൽ ഗുരുതര ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. കാരണം ഈ റീനയും കുട്ടികളും വീട്ടിൽ നിന്ന് പോയി 2 ദിവസത്തോളം കഴിഞ്ഞ് മാത്രമാണ് ഈ വിഷയം പോലീസിനെ അറിയിച്ചത്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം. ഈ അനീഷ് മൊത്തത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും ഇദ്ദേഹത്തെ ഈ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മാറ്റുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള മാനസിക സമ്മർദ്ദം മൂലമാണോ അനീഷ് ആത്മഹത്യ ചെയ്ത ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പോലീസ് എന്തായാലും ഒരു നിഗമനത്തിൽ എത്തേണ്ടതുണ്ട്. പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളൂ. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് ഈ വിഷയം എന്തായാലും വിശദമായി പരിശോധിക്കും. അപ്പോഴും ഒരു ചോദ്യം അവിടെ ബാക്കിയാണ്. റീനയും 2 പിഞ്ചു കുഞ്ഞുങ്ങളും എവിടെയെന്നൊരു ചോദ്യം അപ്പോഴും നിലനിൽക്കുന്നു. SP-യുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം വിഷയം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെ അമ്മയെയും കുഞ്ഞുങ്ങളെയും കണ്ടെത്താനായിട്ടില്ല. അതിനിടയിലാണ് ഇത്തരത്തിൽ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നൊരു സാഹചര്യം കൂടി വരുന്നത്. സ്ക്രീൻ സൂചിപ്പിച്ചതുപോലെ അടിമുടി ദുരൂഹതയാണ്. നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അതിനുള്ള ഉത്തരം പോലീസ് അന്വേഷണത്തിൽ തന്നെ വരും ദിവസങ്ങളിൽ കണ്ടെത്തപ്പെടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.